എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് MetaTdex കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് MetaTdex കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയുകയും ചെയ്തായിരുന്നു, എങ്ങനെയാണ് MetaTdex എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ കൂടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് ബൈ ചെയ്യുക എന്നുള്ളൊരു ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ചിനെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ഓൾറെഡി നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ മൊബൈലാണ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ഈസി ആയിട്ട് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് നമ്മുടെ ഫണ്ട് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനും ഒക്കെ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്ത് മൊബൈലിൽ കൂടെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നിയത്. വളരെ ആകർഷകമായിട്ടുള്ള കുറേ റിവാർഡുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിടിലൻ എക്സ്ചേഞ്ച് ആണ് ഈ MetaTdex എന്ന് പറഞ്ഞിട്ടുള്ള പക്കാ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ചിന്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു വലിയൊരു എക്കോസിസ്റ്റം തന്നെയാണ് ഈ ഒരു എക്സ്ചേഞ്ചിനകത്തുള്ളത്. ഒരു ക്രിപ്റ്റോ വാലറ്റ് ഉണ്ട്, ഡെക്സ് ഉണ്ട്, ഡെഫി ഉണ്ട്, ഗെയിംഫൈ ഉണ്ട്, ഡാവോസ് ഉണ്ട്, NFT ഉണ്ട്, മൈനിങ് പൂൾസ് ഉണ്ട്. അങ്ങനെ കുറേ സെറ്റേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു വലിയൊരു എക്സ്ചേഞ്ച് ആണ് നമുക്ക് ഈ MetaTdex എന്ന് പറയുന്ന എക്സ്ചേഞ്ച് കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം കൊറിയൻ, US, ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ മെയിൻ ഓണേഴ്സുമാരും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നതിന്റെ മെയിൻ റീസൺ വെച്ചാൽ ഡീസെൻട്രലൈസേഷൻ ആണ്. 100% ഡീസെൻട്രലൈസേഷൻ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ വാലറ്റ് നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയും മൂവ് ചെയ്യുകയും ഫണ്ടിനെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഓൺ വാലറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഈ ഒരു എക്സ്ചേഞ്ചിന്റെ കുറേ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 വീഡിയോസ് ഞാൻ ഈ ഒരു മാസം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വളരെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ്. കുറേ റിവാർഡും കാര്യങ്ങളും കിട്ടുന്ന രീതി. ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിവാർഡാണ്, നമുക്കൊരു ആർട്ടിക്കിൾ എഴുതുക. ആർട്ടിക്കിൾ ഇപ്പോൾ മീഡിയത്തിലാകാം, ട്വിറ്ററിലാകാം, ഈവൻ ലിങ്ക്ഡിനാകാം. എവിടെ ആർട്ടിക്കിൾ എഴുതിയാലും നിങ്ങൾക്ക് $150 ഈക്വലൻ്റ് ആയിട്ട് വെർത്തായിട്ടുള്ള ഒരു റിവാർഡ് നമുക്ക് കിട്ടുന്നതാണ്. ഇവരുടെ തന്നെ TT എന്ന് പറഞ്ഞ ടോക്കണാണ് നമുക്ക് റിവാർഡാക്കി തരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം TT ടോക്കണെ കുറിച്ചും അതുപോലെ നമ്മുടെ ബൈനാൻസ് BNB കുറിച്ചൊക്കെ ഒരു കമ്പാരിസൺ പോസ്റ്റ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടോക്കൺ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതിനെ കുറിച്ച്. ഇവരുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഒക്കെ ആക്റ്റീവാണ്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് ഓഫ് MetaTdex യൂസർ ട്രേഡിംഗ് മൈനിങ് റവന്യൂ. ഏറ്റവും കൂടുതലും കഴിഞ്ഞ മാസങ്ങളിൽ ട്രേഡ് ചെയ്തിട്ടും നമുക്ക് റവന്യൂ തിരിച്ചിട്ട് നമുക്ക് ഇതിൽ ഏറ്റവും ഗുണം വെച്ചാൽ നമ്മൾ ട്രേഡ് ചെയ്താലും നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് നമുക്ക് റിവാർഡായിട്ട് കുറേ പൈസ വരും. ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി ഇപ്പോൾ ഏകദേശം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ഏകദേശം ട്രേഡ് ചെയ്തേക്കുന്നത് $2 ലക്ഷം. സോ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫീസ് ആയിരിക്കുന്ന $5,854 ഏകദേശം ഫീസ് ആയിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്ന $2,927 തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇവരുടെ മൈനിങ് റിവാർഡായിട്ട് കിട്ടിയിരിക്കുന്ന $7,198. അപ്പോൾ ടോട്ടൽ ഏകദേശം $9,000 തിരിച്ച് നമുക്ക് റിവാർഡായി കിട്ടുകയും ചെയ്തു. $9,000 റിവാർഡായി കിട്ടുകയും നമുക്ക് ട്രേഡ് ചെയ്യുന്ന പോയിരിക്കുന്ന $5,000 കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം $4,000 വെറുത്തുള്ള റിവാർഡ് തിരിച്ച് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു MetaTdex എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒരു നല്ലൊരു എക്സ്ചേഞ്ച് ആണ്. പിന്നെ ഇഷ്ടം പോലെ ഇപ്പോൾ ഇവരുടെ ടോക്കണിൻ്റെ പ്രൈസും കാര്യങ്ങളും TT ഏകദേശം $1.10 ഇപ്പോൾ ഒരു ടോക്കണിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ ഒരുപാട് കോയിൻസ് ഇല്ല, വളരെ കുറച്ച് കോയിൻസ് മാത്രമേ നമുക്ക് ഏകദേശം ഇപ്പോൾ കാണുള്ളൂ. ഇപ്പോൾ ഈ ലിസ്റ്റിൽ കിടക്കുന്ന BTC, ETH, BNB, ഷിബ, TT, സോൾ, SRP, ADF, ലോക്കി, ഡോഷ്, മാറ്റിക്സ്, EPX, സ്കോർ ആൻഡ് APT എന്ന് പറയുന്ന ടോക്കൺസ് മാത്രമേ ഇപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് നമുക്ക് ലിസ്റ്റ് ആയിരിക്കുള്ളൂ. ബാക്കിയുള്ള ടോക്കൺസും കൂടെ ഉടനെ ലിസ്റ്റ് ആവും. എക്സ്ചേഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റിവാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ആപ്പിൾ സ്റ്റോറിൽ, ഗൂഗിൾ സ്റ്റോറിൽ, ആൻഡ്രോയിഡ് ആപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ ആപ്പിൾ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. സോ അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നതാണ്. ഓക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിലെ അവരുടെ മൊബൈൽ വാലറ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് MetaTdex എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. അങ്ങനെ ഓപ്പൺ ആയി വരുന്ന ശേഷം നമുക്ക് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്ന ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ്. വളരെ നോർമലായിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചിൻ്റെ ഓപ്പൺ ആക്കുന്ന ഹൂബി, നോർമലി എനിക്ക് തോന്നിയ ഹൂബി ഒരു എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് എനിക്ക് കൂടുതലും തോന്നിയത്. ബൈനാൻസിൻ്റെ
എക്സ്ചേഞ്ചും യൂസ് ചെയ്യുന്ന പോലെ തന്നെയുണ്ട്. ബൈനാൻസിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നോട്ട് പ്രോ മോഡ് ഇടാതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇത്രയും കോയിൻസ് മാത്രമേ നമുക്ക് ഏകദേശം ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ച് നമുക്ക് ട്രേഡബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഹോം സ്ക്രീൻ്റെ അകത്ത് പുതിയ ന്യൂസ്, മെസ്സേജ് കാര്യങ്ങൾ, പുതിയ റിവാർഡ് കാര്യങ്ങൾ, മൈനിങ് പൂള്, സെൽഫ് ലിസ്റ്റിങ്, മെറ്റാ അസിസ്റ്റ്, ഏണിങ്സ് എന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ട്രേഡ് മൈനിങ് 2.0 വെർഷൻ ഉണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. അത് പ്ലീസ് യു കണക്ട് പോളിഗൺ വാലറ്റ് അഡ്രസ്സ് നമ്മൾ കണക്ട് ചെയ്യണം. ഞാൻ വാലറ്റ് എടുത്തിട്ടില്ല. ഞാൻ എങ്ങനെയാണ് ഒരു പോളിഗൺ വാലറ്റ് അഡ്രസ്സ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ആയി കാണിക്കുന്നില്ല, ഞാൻ ആ അക്കൗണ്ട് എടുക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ ഈ ഒരു വാലറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം $7 വർത്തായിട്ടുള്ള BNB കുറച്ച് കിടപ്പുണ്ട്. സോ എനിക്ക് BNB വാലറ്റാണ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. പിന്നെ ഡിസ്കവേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളാണ്. മെറ്റാ അസിസ്റ്റ്, ബ്രിഡ്ജ്, ടെർബോ സ്റ്റേക്കിംഗ്, ടെഫി, ടെർബോ UPO, ഇമ്പോസിബിൾ ഫിനാൻസ്, ഫയൽ പവർ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഈ ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡാപ്സ് പോലെയാണ് ഈ ഒരു ഡിസ്കവർ സെക്ഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് വാലറ്റ്, സെറ്റിങ്സ്, നോട്ടിഫിക്കേഷൻ, കോൺടാക്റ്റ്, നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് വാലറ്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വാലറ്റാണല്ലോ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആകുമ്പോൾ വാലറ്റ് കണക്ട് ചെയ്തിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് വാലറ്റ് കണക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് വാലറ്റ് നമുക്ക് ഏറ്റവും മുകളിൽ ഓപ്ഷൻ എടുക്കുമ്പോൾ പോളിഗൺ ഉണ്ട്, BSC ഉണ്ട്, ഹെക്കോ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി BSCയുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ പോളിഗൺ വാലറ്റ് വേണമെങ്കിൽ ഈസിയായി ക്രിയേറ്റ് ചെയ്യാം. സോ പോളിഗൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 3 ഓപ്ഷനാണ്. നമുക്ക് ഓൾറെഡി ഉള്ള ഒരു വാലറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, നിമോണിഫൈ സെൻറ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് വാലറ്റ് കൊടുത്തിട്ട് പുതിയ വാലറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കപ്പ് കൊടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു സാധാ ഒരു മെറ്റാമാസ്ക് വാലറ്റ് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് പോളിഗൺ വാലറ്റും ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പോളിഗൺ നെറ്റ്വർക്ക് പോളിഗൺ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു പോളിഗൺ വേണം. കാരണം ഇതിൻ്റെ ഫീസ് പോകുന്നത് പോളിഗണോ BNB ആയിട്ടായിരിക്കും ഫീസ് നമുക്ക് പോകുന്നത്. സോ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതീരിയം ആണെങ്കിൽ അല്ലെങ്കിൽ BNB ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമുക്ക് കണക്ട് ചെയ്യേണ്ട വാലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാലറ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എഴുതിയിരിക്കുന്ന ഏത് ടോക്കൺ ഏതിലാണോ നമ്മൾ ആ ഒരു വാലറ്റ് ആയിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് BNB ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ BSC വാലറ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഫീസ് കൊടുക്കാൻ ഇപ്പോൾ കോയിൻ ബൈയും സെല്ലും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നാ ചെയ്യണം, നമുക്ക് ഇപ്പോൾ പറഞ്ഞു വന്ന പോലെ ഏത് വാലറ്റാണോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആ വാലറ്റിൻ്റെ അകത്തുള്ള ഇത് നോക്കിയതിന് ശേഷം വേണം അത് ഫീസായിട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ BNB ആണെങ്കിൽ BSC വാലറ്റാണ് നമ്മൾ BNB കൊടുക്കണം. പോളിഗൺ ആണെങ്കിൽ നമ്മൾ പോളിഗൺ മാറ്റിക്സ് നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ ഫീസായിട്ട് വേണം. ബാക്കി നമുക്ക് ഈസി ആയിട്ട് ഏത് കോയിൻസ് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ TT എന്ന് പറഞ്ഞൊരു കോയിനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. TT നമുക്ക് സെല് ചെയ്യാൻ വേണ്ടി ഓർഡർ എക്സിക്യൂട്ട് ഒക്കെ ആകുന്ന നമുക്ക് ഒരു ബൈനാൻസിൻ്റെ അകത്ത് ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ നമ്മുടെ മെറ്റാമാസ്കിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ആണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ആകുന്നത്. പിന്നെ നമുക്ക് ഫീസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഓർഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർഡർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഫീസ് പോകുന്നുണ്ട്. കാരണം നെറ്റ്വർക്ക് ഫീസ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഫീസ് നമുക്ക് പോകുന്നുണ്ട്. പിന്നെ ഇത് തിരിച്ച് കിട്ടുമെന്ന് റിവാർഡായിട്ട് തിരിച്ച് തരുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഓപ്ഷൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം, സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. പക്ഷേ നമ്മൾ ഓർഡർ ഇട്ട് വെക്കുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. അല്ല നമുക്ക് സഡനായിട്ട് സെല്ലും ബൈയും ചെയ്യണമെങ്കിൽ യാതൊരു പ്രോബ്ലവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. സോ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു എക്സ്ചേഞ്ചാണ്. ചെറുതെന്ന് മാത്രമല്ല ഒരു പവർഫുൾ എക്സ്ചേഞ്ചാണ്. കിടിലൻ റിവാർഡ്സാണ്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ റിവാർഡ്സാണ്. അംബാസിഡർ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. ഈസിയായിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ഏണിങ്സ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർ പല ഇവൻറ്റുകളും നടത്തുന്നുണ്ട്. ഇവൻറ്റുകളൊക്കെ പരമാവധി ലോഞ്ച് നമ്മൾ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാൻ വേണ്ടി നമ്മൾ നോക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കിടിലൻ എക്സ്ചേഞ്ചാണ്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. എന്തായാലും നല്ലൊരു എക്സ്ചേഞ്ചാണ്. ഞാൻ ഇതിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ താഴെ എൻ്റെ ഇൻവിറ്റേഷൻ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇടുന്നതാണ്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് OTT ടോക്കൺസ് ഒക്കെ ഏണിങ്സ് കിട്ടും. ഞാൻ ഇതുവരെ എനിക്ക് യാതൊരു ഇൻവിറ്റേഷൻ വന്നിട്ടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ ഇൻവിറ്റേഷൻ വന്നാലേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. സോ ഇതൊക്കെ നമുക്ക് നല്ലൊരു ഇൻകം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു എക്സ്ചേഞ്ചും കൂടെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു
ട്രേഡിംഗ് ലിസ്റ്റിലോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബൈ.